മധുവാണ്. ഈ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ ഇപ്പൊ ചിലർക്ക് ചില ഡൗട്ടുകൾ കൊണ്ടുപോകണം. ആ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ നമ്മൾ ശുക്രൻ എഴുതാം. ശുക്രൻ എവിടെയാണ് നീചമാകുന്നത്? കന്നിരാശിയിൽ ആരാണ് എക്സോൾട്ടഡ് ആവുന്നത്? കന്നിരാശിയുടെ അധിപതി കൂടെയാണ്. ഈ തരത്തിൽ ലഗ്നത്തിന്റെ കേന്ദ്രത്തിലാണെങ്കിൽ, ചന്ദ്രന്റെ കേന്ദ്രത്തിലാണെങ്കിൽ അവിടെ രാജയോഗം കോംപ്ലക്സ് ആണ്. അതായത് ഏതൊരു ഗ്രഹം ഏതൊരു പ്ലാനറ്റാണ് നീചമായിട്ടിരിക്കുന്നത് അതിന് ക്യാൻസലേഷൻ കൊടുക്കുന്ന പ്ലാനറ്റ് കേന്ദ്രത്തിലായിരിക്കണം എന്നുള്ളതാണ്. അത് വളരെ ഏകമായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. ഇത് മനസ്സിലായി. ഈ മാസ് വരുന്നു. മാസ് എവിടെയാണ് നീചമാകുന്നത്? ചാപ്റ്ററിൽ. എവിടെയാണ് എക്സോൾട്ടഡ് ആകുന്നത്? മകരത്തിൽ. മകരം രാശി അധിപനാരാണ്? ശനി. ശനി ലഗ്നത്തിന്റെ കേന്ദ്രത്തിലാണോ ചന്ദ്രന്റെ കേന്ദ്രത്തിലാണോ? അയാൾക്ക് കേന്ദ്രത്തിലാണെങ്കിൽ അയാൾക്ക് നീചമകരാജയോഗം ഉണ്ട്. ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ ഡെബിലിറ്റേഷൻ നിൽക്കുന്ന രാശികളാണ്. ഈ പ്ലാനറ്റ് എക്സോൾട്ടേഷൻ ആയിരുന്നെങ്കിൽ ആ രാശികൾ ഇവരെ മ്യൂച്വൽ കേന്ദ്രാശികളാണ്. അതായത് സൂര്യൻ എവിടെയാണ് ഡെബിലിറ്റേഷൻ ആവുന്നത്? തുലാം രാശി. ലിബ്രയുടെ ഓണറാണ് വീനസ്. വീനസിനെ കുറിച്ചിരിക്കും. സൂര്യൻ എക്സോൾട്ടഡ് ആവുന്ന എവിടെയാണ്? മേടം രാശി. മേടം രാശി വരുന്നവരാണ് ചൊവ്വ. അപ്പോൾ ചൊവ്വയും ശുക്രനും മ്യൂച്വൽ കേന്ദ്രാശികൾ നിൽക്കുകയാണ്. അത് 1, 4, 7, 10 ആണെങ്കിൽ നല്ലത്. 2 4, 2 8 അങ്ങനെ ഒരു കണക്കിൽ നമുക്ക് പറയാമെങ്കിലും ഇവ 1, 4, 10 ആംഗിളുകളിൽ നിൽക്കുന്നതാണ് നല്ലത്. ഒരു മ്യൂച്വൽ കേന്ദ്രാശികൾ. ഫോർ എക്സാമ്പിൾ ശുക്രൻ എന്നതാണെങ്കിൽ ചൊവ്വ 4. അപ്പോൾ ചൊവ്വയിൽ നിന്ന് 10ലാണല്ലോ ശുക്രൻ നിൽക്കുന്നത്. ഇത് കഴിയുമ്പോൾ വരത്തുമാണ്. അല്ലെങ്കിൽ ശുക്രൻ 7, ചൊവ്വ 1, അല്ലെങ്കിൽ ശുക്രൻ 10, ചൊവ്വ 4. അങ്ങനെ മ്യൂച്വൽ കേന്ദ്രാശികൾ മ്യൂച്വലി കേന്ദ്ര കണക്ഷൻ വരണം. ഈ കേന്ദ്ര കണക്ഷനാണ് ഫസ്റ്റ് ഡിഗ്രി നീതിമംഗരാജയോഗം. അത് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ നമുക്ക് നീതിമംഗരാജയോഗം സംസ്ഥാന ഭാവങ്ങളുമായിട്ട് നമുക്ക് ട്രാൻസ്ലേഷൻ ആണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള നീതിമംഗരാജയോഗമാണ്. ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകളുണ്ട്. അല്ലാത്ത രാജയോഗങ്ങളെല്ലാം വളരെയധികം ഉത്സവമായിട്ടുള്ള നീതിമംഗരാജയോഗം. ഈ നാലാമത്തെ കണ്ടീഷൻ എന്താണെന്ന് നീരമായിട്ടുള്ള പ്ലാനറ്റ്. ആ പ്ലാനറ്റ് നിൽക്കുന്ന രാശിയുടെ അതിൽ ഈ പ്ലാനറ്റിനെ അഫക്ട് ചെയ്യും. കാരണം ഒരു രാശിയിലോട് അയാളുടെ സ്വന്തം രാശി നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കത്തിലാണ്. രാശികളിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് വേണമെങ്കിൽ നെഗറ്റിവിറ്റിയിലേക്ക് പോകാം. അത് സുസ്ഥാന ഭാവങ്ങളോ മാരകാഭാവങ്ങളോ ആകാം. അങ്ങനെയാണെങ്കിൽ പോകാം. പക്ഷെ അല്ലാതെ ഒരു രാശിയോട് സ്വന്തം രാശിയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഡെബിലിറ്റേഷൻ പ്ലാനറ്റ് നിൽക്കുന്ന രാശി ആ രാശിയെ ആ പ്ലാനറ്റിനെ ആസ്പെക്ട് ചെയ്യുമ്പോൾ രാശി ഒബ്ജക്റ്റിനെ ആസ്പെക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടെ നീതിമംഗരാജയോഗം ഉണ്ട്. ഉദാഹരണത്തിന് ശുക്രൻ നീതമാകുന്നത് എവിടെയാണ്? കന്നിരാശിയിലാണ്. കന്നിരാശിയുടെ ലോകാനാണ് ബുധൻ. ബുധന് 7th ആസ്പെക്ട് ഉള്ളൂ. ശുക്രന് ബുധനൊക്കെ ഒരൊറ്റ ആസ്പെക്ട് ഉള്ള 7th ആണ്. ഈ 7th ആസ്പെക്ടില് ബുധൻ ശുക്രൻ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഇതിന് വേരിയൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സൺ സാറ്റർൺ ന്യൂട്രൽ ആസ്പെക്ട് നല്ലതല്ല. മാർസ് സാറ്റർൺ ന്യൂട്രൽ ആസ്പെക്ട് നല്ലതല്ല. മൂൺ സാറ്റർൺ ന്യൂട്രൽ ആസ്പെക്ട് നല്ലതല്ല. അങ്ങനെ നമ്മൾ ഓരോ നീതിമംഗരാജയോഗവും
സർജിക്കലായിട്ട് നോക്കിയിട്ടാണ് വരുത്തിയത്. അല്ലാതെ ഒരാൾക്ക് വീട്ടിലുണ്ടായോ വോട്ട് ചെയ്യും അങ്ങനെയല്ല. അതിന് ഓരോ കണ്ടീഷൻസും ഒക്കെ ഉണ്ട്. ഇത് ലാസ്റ്റ് കണ്ടീഷൻ. അതെന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാനറ്റ് നീചമാണ്. പക്ഷേ ഈ പ്ലാനറ്റ് ലഗ്നത്തിലോ ചന്ദ്രനോ കേന്ദ്രത്തിലാണ്. അപ്പൊ നീചമ രാജ്യവും ഉദാഹരണം സൂര്യൻ പ്രതിനിധീകരിക്കുന്നു. എവിടെയാണ്? തുലാം രാശിയിൽ. തുലാം രാശിയിലെ ജന്മിച്ചിരിക്കുന്ന ചന്ദ്രൻ 1, 4, 7, 10ലാണ്. അങ്ങനെയാണെങ്കിൽ ഈ 7, 10 ലഗ്നത്തിൽ നിന്നോ ചന്ദ്രനിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ നീചമ രാജ്യവും ഉണ്ടാകുമെന്നാണ് മന്ത്രേശ്വരൻ പറയുന്നത്. ഞാൻ ഈ സ്ക്രിപ്റ്റുകൾ ഒന്നുകൂടെ നിങ്ങൾക്ക് വായിച്ചു തരാം. There are 5 types of Nidmagaraja Yoga as described here. അതായത് 5 type of Nidmagaraja Yoga മാത്രമേ ഉള്ളൂ. The lord of the debilitation sign or the planet that is exalted in that sign is in Kendra placement from Lagna only. The lord of the sign of debilitation and the lord of exaltation sign of debilitation planet are mutually in Kendra position. The planet in the sign of debilitation is affected by the lord of that sign. The lord of the sign of debilitation or the lord of the exaltation sign of the planet in debilitation is in Kendra from the lord, Kendra from the Lagna or the moon. The planet in the sign of debilitation is in Kendra with reference to the Lagna or the moon. So, അങ്ങനെ 5 കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ പ്രോപ്പർ ആയിട്ടുള്ള നീതിമംഗലാചോദ്യങ്ങൾ. ഇനി പണ്ട് പല രീതിയിൽ ചോദിക്കുന്നു. നവാംശയിൽ എക്സോൾട്ടഡ് ആണോ,